ഭാഗം 13. രചനാ സംഭാഷണം. രുദ്രപ്രിയ. ശിവ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ വർണ്ണയുടെ നെറ്റിയിലെ കുങ്കുമം അവിടെയായി ഉണ്ട്. ശിവയുടെ മുഖത്ത്. വർണ്ണ ഫ്രഷായി ഇറങ്ങി വരുമ്പോഴുണ്ട്. ശിവ കണ്ണാടിയുടെ മുന്നിൽ അതേ നിൽപ്പ് തന്നെയാണ്. ഇതെന്താ ശിവേട്ടൻ ഇതുവരെ കണ്ണാടി നോക്കിക്കഴിഞ്ഞില്ലേ? ഒന്ന് വേഗം ഫ്രഷായിട്ട് വാ, നമുക്ക് താഴേക്ക് പോകാം. എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകാൻ വയ്യ. വർണ്ണ ശിവയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് ചിരി വന്നു. ഇതിപ്പോൾ എൻ്റെ നെറ്റിയിൽ കുങ്കുമം മുഴുവൻ ഉണ്ടല്ലോ ശിവേട്ടൻ്റെ മുഖത്ത്. ശിവ അവളെ ഒന്ന് ഇരുത്തി നോക്കിയതിനു ശേഷം അവളുടെ തലയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന തോർത്തും എടുത്തുകൊണ്ട് കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുമ്പോഴുണ്ട് എല്ലാ പേരും ഹാളിലിരിപ്പുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ കൂടി എങ്ങനെ പോകുമെന്നത് രണ്ടുപേർക്കും ജാള്യതയുള്ളതായിരുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ശിവവർണ്ണയുടെ കൈയും പിടിച്ച് താഴേക്ക് വന്നു. പ്രിയയും പവിയും സൂര്യയും കൂടി അർത്ഥം വെച്ചുള്ള നോട്ടം നോക്കിക്കൊണ്ടിരുന്നു. വർണ്ണയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ചുണ്ടിൽ ചിരി പൊട്ടും. അങ്കിളും ആൻറ്റിയുമൊക്കെ നേരത്തെ വന്നു. ഞങ്ങൾ വെളുപ്പിനെ ഇങ്ങെത്തി. നിങ്ങൾ ഉറക്കമായിരിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് ശല്യപ്പെടുത്താത്തത്. വാ മക്കളെ, ഇത്രയും നേരം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് ആഹാരം കഴിക്കാം. സേതു ശിവയുടെയും വർണ്ണയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി. എല്ലാവരും കൂടിയിരുന്ന് കളിച്ചിരിയും തമാശയുമായി സന്തോഷത്തോടു കൂടിയാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരായി അടുത്ത ജോലികളിലേക്ക് നീങ്ങി. ഏകദേശം 11 മണിയോടുകൂടി മുറ്റത്തൊരു കാർ വന്നു നിന്നു. കാറിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി. രാജനും പ്രതാപനും വന്ന ആളിനെ ഒട്ടും തന്നെ മനസ്സിലായില്ല. എന്നാൽ ശിവയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ശിവ വേഗം പുറത്തേക്ക് ഇറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്ന് കൈ കൊടുത്തു. ജീവനെയും ചേർത്ത് പിടിച്ച് ശിവ അകത്തേക്ക് വന്ന് അച്ഛൻ്റെ മുന്നിൽ ജീവനെ നിർത്തി. അച്ഛാ, ഇതെൻ്റെ ഫ്രണ്ടാണ് ജീവനാദിത്യൻ. രാജശേഖരൻ്റെ മുന്നിൽ ശിവ ജീവനെ പരിചയപ്പെടുത്തി. രാജശേഖരൻ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കാൻ തുടങ്ങും മുമ്പേ തന്നെ ജീവനയൻ അവനെ സ്വയം പരിചയപ്പെടുത്തി. ഞാനിവിടുത്തെ പ്രിയ പഠിക്കുന്ന കോളേജിലെ ലെക്ചററാണ്. നിങ്ങൾ താമസിക്കുന്ന ഈ വീടിൻ്റെ ഒരു 5 വീട് അപ്പുറത്ത് മാറി ഒരു വീട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടേക്ക് താമസം മാറിയിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. രാജശേഖർ ശിവയുടെ മുഖത്തേക്ക് നോക്കി. അങ്കിളിനിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നതെന്ന്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരുമില്ല. ഞാനൊരു അനാഥനാണ്. ഇവിടുത്തെ പള്ളിയിലെ ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. അച്ഛൻ്റെ കാരുണ്യം കൊണ്ട് പഠിത്തമൊക്കെ നല്ല രീതിയിൽ നടന്നു. ഒരു ജോലിയും കിട്ടി. നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറവുകളേറെയാണ്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്കിളിൻ്റെ മകൾ പ്രിയയെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്ക് അവളെ തരാമോ? അച്ഛൻ്റെ മറുപടി എന്താണെന്നറിയാനുള്ള പ്രതീക്ഷയിലായിരുന്നു ശിവ അപ്പോൾ. ഒരു കൈ അകലത്തിൽ മുറിക്കപ്പുറത്ത് ക്രമം തെറ്റി അടിക്കുന്ന തൻ്റെ ഹൃദയത്തെ പരിധിയിലാക്കാൻ പാടുപെടുകയായിരുന്നു പ്രിയയപ്പോൾ. വർണ്ണയുടെയും സ്ഥിതി ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. സൂര്യയും പവിയും സുഭദ്രയും ഭാമയും സേതുവും ഒക്കെ മുഖത്തോട് മുഖം നോക്കി. സൂര്യ ചേച്ചി, പ്രിയ ചേച്ചിയുടെ ആ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? വായും പൂട്ടി മിണ്ടാതിരിക്കും പെണ്ണെ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഒരു ഭംഗി. പെണ്ണ് പ്രിയയെ നോക്കി കണ്ണുരുട്ടി. ഏറെ നേരമായിട്ടും രാജശേഖരൻ്റെ ഭാഗത്തു നിന്നും മറുപടി ഒന്നുമില്ലാതെയായപ്പോൾ ജീവൻ ശിവയുടെ മുഖത്തേക്ക് നോക്കി. ശിവയ്ക്കും ജീവനോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ജീവൻ്റെ കുഞ്ഞു കണ്ണുകൾ നിറയുന്നത് ശിവ കണ്ടു. അവൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നി. ജീവൻ കസേരയിൽ നിന്നും പതിയെ എഴുന്നേറ്റ് രാജശേഖരൻ്റെ അടുത്തേക്ക് വന്നു. സോറി അങ്കിൾ, ഞാൻ ഇറങ്ങുന്നു. ഇവിടെ വന്ന് അങ്ങയെ ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഒരിക്കലും നിങ്ങളുടെ ആരുടെയും സമ്മതമില്ലാതെ ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ജീവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. ശിവ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ജീവൻ ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറുന്ന നേരമാണ് രാജശേഖരൻ്റെ ഗംഭീരമായ ശബ്ദം അവൻ്റെ ചെവികളിൽ തുളഞ്ഞു കയറിയത്. ജീവൻ ഞെട്ടി ശിവയുടെ മുഖത്തേക്ക് നോക്കി. രാജശേഖരൻ കുറച്ച് മുന്നിലേക്ക് വന്നു. മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ഞാൻ വിളിച്ചിട്ടല്ല ജീവൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷേ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പറയണം. മനസ്സിലാക്കാത്തതുപോലെ തറഞ്ഞു നിന്ന ജീവൻ്റെ അടുത്തേക്ക് ശിവ വന്നു. അവൻ്റെ കൈയിൽ പിടിച്ച് വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. രാജശേഖരനും പ്രതാപനും ബാലചന്ദ്രനും ജീവൻ്റെ അടുത്തിരുന്നു. തന്നെ പോലെ നട്ടലിലുള്ള ഒരു ചെറുക്കനെ എൻ്റെ മോൾക്ക് കിട്ടുന്നത് തന്നെ ഭാഗ്യമല്ലേ? എൻ്റെ മോളെ തനിക്ക് തരാൻ എനിക്ക് 100 വട്ടം സമ്മതമാണ്. ആരുമില്ലെന്ന് ഇനി ഒരിക്കൽ പോലും തൻ്റെ മനസ്സിൽ തോന്നരുത്. ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും തൻ്റെയും കൂടിയാണ്. പിന്നെ ആദ്യം കേട്ടപ്പോൾ ഏതൊരച്ഛനെ പോലെയും പലതും ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഇത് നിറഞ്ഞ മനസ്സോടു കൂടിയാണ്.
ഒരു മോനും കൂടിയായി ഞങ്ങൾക്ക്. അങ്ങനെ ഇനി കരുതുകയുള്ളൂ. അപ്പോഴേക്കും ബാലചന്ദ്രൻ ജീവൻ്റെ കയ്യിൽ പിടിച്ചു. ഇനിയെല്ലാം നമുക്ക് കാപ്പി കൂടി കഴിഞ്ഞ് സംസാരിക്കാം. ഡൈനിങ് ടേബിളിലേക്ക് ജീവൻ്റെ ഒപ്പം നടക്കുമ്പോൾ ശിവ അവൻ്റെ കൈകളിൽ തൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. പ്രിയയും വർണ്ണയും പവിയും സൂര്യയും ഒക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. സേതുവും ഭാമയും സുഭദ്രയും കൂടിയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി നൽകിയത്. സൂര്യമോൾക്ക് കൂടി ഒരു പയ്യനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിയയുടെയും സൂര്യയുടെയും വിവാഹം ഒരു പന്തലിൽ വെച്ച് തന്നെ നടത്താം. പ്രതാപൻ അത് പറയുമ്പോൾ ബാലചന്ദ്രനും അത് ശരിയെന്ന മട്ടിൽ തലകുലുക്കി. സൂര്യയുടെ മുഖം പെട്ടെന്ന് വാടുന്നത് ശിവ ശ്രദ്ധിച്ചു. അവളുടെ മനസ്സിൽ തങ്ങൾ അറിയാത്ത എന്തോ ഒരു വിഷമമുണ്ടെന്ന് പലതവണയായി ശിവയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതൊന്നും ചോദിക്കാനുള്ള സമയമല്ല. പിന്നെ വിവാഹം പ്രിയയുടെ പഠിത്തം കഴിഞ്ഞ് മതി. അതൊക്കെ അങ്കിളിൻ്റെ ഇഷ്ടം പോലെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത്. എന്താടോ ഒരു പെർമിഷൻ ചോദിക്കലൊക്കെ? എനിക്ക് അച്ഛനും അമ്മയെന്നും വിളിക്കാൻ ആരുമില്ല. ഞാൻ ശിവേട്ടനെയും പ്രിയയെയും വിളിക്കുന്ന പോലെ അച്ഛന്ന് വിളിച്ചോട്ടെ. അത് പറയുമ്പോൾ ജീവൻ്റെ ഒച്ചയിടറുന്നതും കണ്ണുകൾ നിറയുന്നതും രാജശേഖരനെ ശിവയും കണ്ടു. ആ കണ്ണുനീർ തുള്ളികൾ പ്രിയയുടെ കണ്ണു നിറയുന്നതും മറ്റുള്ളവർ ശ്രദ്ധിച്ചു. സേതു വേഗം ജീവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ നിറകയിൽ പതിയെ തലോടി. അതിനൊരു പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യകത ഒന്നുമില്ല. ഇന്നു മുതൽ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി അച്ഛന്ന്. മാത്രമല്ല എന്നെ അമ്മയെന്നും. നിങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഞാൻ ചേട്ടത്തിയാവില്ലേ? വർണ്ണ പറയുന്നത് കേട്ടപ്പോൾ അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നു. അയ്യടാ, ഒരു വലിയ ചേട്ടത്തി വന്നിരിക്കുന്നു, അങ്ങോട്ട് മാറിയിരിക്കുക. സൂര്യയും പവിയും അത് പറഞ്ഞ് വർണ്ണയെ കളിയാക്കി. ഏറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് ജീവൻ പോകാൻ ഇറങ്ങിയത്. ഈ സമയം ഒന്നും തന്നെ അയാളുടെ കണ്ണുകൾ അനാവശ്യമായി പ്രിയയിലേക്ക് എത്തിയില്ല. ജീവൻ്റെ പക്വതയുള്ള പെരുമാറ്റം അവിടെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്ന് ഫാദറിനെ കണ്ട് നേരിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയാക്കാം. ഇവിടെ കയറി വരുന്നതിന് ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. രാജശേഖരൻ അത് പറഞ്ഞുകൊണ്ട് ജീവനെ ചേർത്ത് പിടിച്ചു. ആദ്യമായി ഒരച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ തലോടലേറ്റതുപോലെ ജീവന് തോന്നി. ശിവയ്ക്ക് അത് കണ്ട് വളരെ സന്തോഷം തോന്നി. ജീവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. അത് കണ്ടു നിന്ന സേതുവിനും ഭാമയ്ക്കും ഒക്കെ വളരെ സന്തോഷം തോന്നി. അടുത്ത ദിവസം രാവിലെ ശിവയ്ക്ക് കുറച്ച് ലേറ്റായി ഓഫീസിൽ പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നത് വീട്ടിലിരുന്ന് തന്നെ ചെയ്തതിന് ശേഷം ശിവ താഴേക്ക് ഇറങ്ങി വന്നു. ആരെയും കാണാത്തത് കൊണ്ട് അവൻ നേരെ അടുക്കളയിലേക്ക് പോയി. അമ്മയും അമ്മമ്മയും കൂടി തകർത്ത ചർച്ചയിലാണ്. ജീവൻ തന്നെയാണ് സംസാര വിഷയം. നല്ല പയ്യനാണെന്നും ഐശ്വര്യമുള്ളവനാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അമ്മായി. തിരികെ മുകളിലേക്ക് തന്നെ കയറാൻ തുടങ്ങും മുമ്പ് സൂര്യയുടെ മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കിയത്. അവളെന്തോ ഓർത്തിരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് കണ്ണൊപ്പുന്നതും ശിവ കണ്ടു. ശിവ നേരെ സൂര്യയുടെ മുറിയിലേക്ക് ചെന്ന് ഡോറിൽ നോക്ക് ചെയ്തു. സൂര്യ എത്തി നോക്കുമ്പോഴുണ്ട് ശിവയാണ്. ഏട്ടൻ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇങ്ങി കയറി വാ ഏട്ടാ. ശിവ സൂര്യയുടെ കട്ടിലിനടുത്തായി ചെന്നിരുന്നു. എന്താടി എപ്പോഴും ഈ മുറിയുടെ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്? നമുക്ക് കുറച്ചു നേരം ആ പൂന്തോട്ടത്തിൽ പോയിരിക്കാം. സൂര്യ ശിവയുടെ കൈയും പിടിച്ച് പതുക്കെ പുറത്തേക്ക് നടന്നു. പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡൻ അടുത്തായി ശിവയിരുന്നപ്പോൾ സൂര്യ അവൻ്റെ തോളിൽ തല ചേർത്ത് വെച്ച് അടുത്തായിരുന്നു. എന്താ മോളെ, നിനക്ക് വല്ലാത്ത വിഷമം? ഏട്ടനോട് എന്തെങ്കിലും പറയുവാനുണ്ടോ? ശിവ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവൾ കരയുകയാണെന്ന്. സൂര്യയുടെ കണ്ണുനീർ വീണ് ശിവയുടെ ബനിയൻ്റെ ഷോൾഡർ ഭാഗം നനഞ്ഞു. നീ കരയുകയാണോ സൂര്യ? ഏട്ടാ, എനിക്ക് ജെയിംസിനെ മറക്കാൻ കഴിയില്ല. അന്ന് ജെയിംസിനെ കാണാൻ വരുണിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആരാ മോളെ ഈ ജെയിംസ്? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? ജെയിംസ് ഒരു ബിസിനസ്മാനാണ് ഏട്ടാ. ഞങ്ങളുടെ കോളേജിൻ്റെ പരിസരത്ത് ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലുണ്ട്. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലാണെങ്കിലും അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഞങ്ങൾ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്കായി ഓലപ്പുരമേഞ്ഞ തട്ടുകടകളുടെ പോലെ ഒരെണ്ണം നടത്തുന്നുണ്ട്. ആ 5 സ്റ്റാർ ഹോട്ടലിൽ വരുന്ന പുറത്തുനിന്നുള്ള ഗസ്റ്റുകൾക്കൊക്കെ ഇത് കാണുന്നത് ഭയങ്കര രസമാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു ടീമായി പോകും. അതൊരു പതിവാണ്. അവിടെ വെച്ചാണ് ഒരിക്കൽ ജെയിംസ് എന്നെ പരിചയപ്പെടുന്നത്. പിന്നെ പല പല കൂടിക്കാഴ്ചകൾ. ആ സൗഹൃദം വളർന്നു പ്രണയത്തിലേക്ക് വഴിമാറി. പ്ലാന്റർ ഈശോ ചെറിയാൻ തോട്ടത്തിൻ്റെയും മേരിയമ്മയുടെയും മകനാണ് ജെയിംസ് ചെറിയാൻ. നിരവധി ബിസിനസ് മേഖലകളുള്ള അധിപൻ. ഒരു അനിയത്തിയുള്ളത് നമ്മുടെ വർണ്ണയും പ്രിയയും പഠിക്കുന്ന കോളേജിലാണ്. ജെയിംസ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആളൊരു പാവമാണെന്ന് തോന്നുന്നു. ആക്സിഡൻറ്റ് നടന്നതിൽ പിന്നെ ജെയിംസ് എന്നെക്കുറിച്ച് ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആരുമായും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്.
എൻ്റെ മൊബൈൽ ഫോൺ എങ്ങനെയോ നഷ്ടമായി പോയി. ശിവേട്ട, എനിക്കൊരു സഹായം ചെയ്യാമോ? എങ്ങനെയെങ്കിലും ജെയിംസിൻ്റെ വിവരം ഒന്നറിഞ്ഞ് പറയാൻ പറ്റുമോ? ജെയിംസിൻ്റെ വീട്ടുകാർ ഇതൊരിക്കലും അംഗീകരിക്കില്ല. കാരണം ജെയിംസിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഭയങ്കര ഓർത്തഡോക്സ് ആണ്. ഇവിടെ അമ്മയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അച്ഛനെ പിന്നെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്താം. പക്ഷേ അമ്മ എന്തായാലും പ്രശ്നമുണ്ടാക്കും. അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഏകദേശം 6 മാസത്തോളമായി ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട്. എന്നാലും മോളെ, നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് വരുണിൽ നിന്നെങ്കിലും ഈ ജെയിംസ് അറിഞ്ഞു കാണത്തില്ലേ? ഒരിക്കൽ പോലും നിന്നെ ഒന്ന് അന്വേഷിച്ച് വരാൻ പോലും അയാൾ ശ്രമിച്ചില്ലല്ലോ. അയാൾ ജെനുവിനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ ശിവേട്ട അങ്ങനെ ചോദിച്ചത്? അതല്ല മോളെ, നിനക്ക് ചിലപ്പോൾ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതിരിക്കാം. പക്ഷെ അയാൾ നിന്നെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ. ഞാനും അതാണ് ശിവേട്ട ആലോചിക്കുന്നത്. ജെയിംസ് ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരാളായിരുന്നില്ല. ഒരു ദിവസം പോലും എന്നെ കോളേജിൽ കണ്ടില്ലെങ്കിൽ തിരക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആക്സിഡൻറ്റ് പറ്റി ഇത്രയും നാളായിട്ടും എന്നെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. ശിവേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നാളെ ഒന്ന് അന്വേഷിക്കാമോ? എന്താടി, ബുദ്ധിമുട്ടാണോ ഇതൊക്കെ ചോദിക്കുന്നത്? പിന്നെ എൻ്റെ പെങ്ങളുടെ കാര്യം ഞാനല്ലാതെ മറ്റാരെങ്കിലും ആണോ അന്വേഷിക്കുന്നത്? ഞാൻ എന്തായാലും ഈ ജെയിംസിനെ കുറിച്ചൊന്ന് നന്നായി അന്വേഷിക്കട്ടെ. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് സമയത്താണ് വർണ്ണയും പ്രിയയും കൂടി PG ബ്ലോക്കിലേക്ക് പോയത്. അപ്പോഴുണ്ട് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന പോലെ വരുന്നു ജീവൻ. ഇതെന്താ രണ്ടുപേരും കൂടി ഇവിടെ കിടന്നൊരു കറക്കം? അത് ഞങ്ങൾ മാഷിനെ അന്വേഷിച്ച് വന്നതാണ്. മാഷ് ഭക്ഷണം കഴിച്ചോ? പ്രിയയാണത് ചോദിച്ചത്. ഞാൻ പുറത്തു പോകാൻ തുടങ്ങുമായിരുന്നു. അതിന് വേണ്ട, ഇത് അമ്മ മാഷിന് തന്നുവിട്ടതാണ്. ഇനി മുതൽ ഞാൻ കൊണ്ടുവരാം മാഷിനുള്ള ഭക്ഷണം കൂടി. പുറത്തുനിന്നൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചായിരുന്നോ? ഇല്ല മാഷേ, ഇത് മാഷിന് തന്നിട്ട് കഴിക്കാമെന്ന് കരുതി. എന്നാൽ പോയി കഴിക്ക്. രണ്ടാളും ഇവിടെ കിടന്ന് കറങ്ങണ്ട. ജീവനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു വരുന്ന വർണ്ണയെയും പ്രിയയെയും നോക്കി ഹരി ചിരിച്ചു. വർണ്ണയ്ക്ക് ഹരിയുടെ മുഖത്ത് നോക്കാൻ തന്നെ അസ്വസ്ഥത തോന്നി. പാർവണ, ഞാൻ തന്നോട് മാപ്പ് പറയാനാണ് കാത്തിരിക്കുന്നത്. അന്നെൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ എനിക്ക് ദുഃഖമുണ്ട്. പെട്ടെന്നൊരു നിമിഷം ഞാൻ എല്ലാം മറന്നുപോയി. ഞാൻ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ജോലിയിൽ കയറിയിട്ട്. പഴയതൊന്നും താൻ മനസ്സിൽ വെച്ചേക്കരുത്. എനിക്കിപ്പോൾ തന്നോട് ഒരു ദേഷ്യവും ഇല്ല. പാർവണ ഒന്നും മിണ്ടാതെ പ്രിയയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. പാർവണ പോയി കഴിഞ്ഞതും ഹരിയുടെ മുഖത്തൊരു പുച്ഛഭാവം നിറഞ്ഞു. എൻ്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. നീയും നിൻ്റെ മറ്റവനും കൂടി ചേർന്ന് ഈ ക്യാമ്പസിൽ എന്നെ നാണം കെടുത്തി. എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി. അതിനുശേഷം ഇന്ന് വരെ അവൾ ഈ കോളേജിൽ പോലും വന്നിട്ടില്ല. ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് എനിക്ക് അപമാനം നേരിട്ടത്. അതുകൊണ്ട് നിന്നെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല. അവനെയും. ക്രൂരഭാവത്തോടു കൂടി ഒന്ന് ചിരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് മുന്നിൽ ജീവൻ. ഹലോ ജീവൻ, സാറെന്താ ഒറ്റയ്ക്ക് ഇന്ന് അലയിക്കുന്നത്? നത്തിങ് ജീവൻ. ഹരിയുടെ കണ്ണുകൾ പോയ വഴിയെ നോക്കുമ്പോഴുണ്ട് പാർവണയും പ്രിയയും. മുമ്പ് കോളേജിൽ ക്യാമ്പസിൽ നടന്ന കാര്യങ്ങളുടെ ഏകദേശം ജീവനും അറിയാവുന്നതാണ്. അതിൻ്റെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഹരി വന്നിട്ട്. ഇതിപ്പോൾ പാർവണയെ നോക്കിയുള്ള ഹരിയുടെ കണ്ണുകളിലെ പ്രതികാരം കണ്ടപ്പോൾ ഹരിയെ സൂക്ഷിക്കണം. വർണ്ണയെക്കുറിച്ചെല്ലാം പ്രിയ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു ദുരന്തം അവൾ സഹിക്കില്ല. ശിവേട്ടനോട് പറയാൻ സമയമായിട്ടില്ല. ഏതുവരെ പോവുമെന്ന് നോക്കട്ടെ. ജീവൻ മനസ്സിൽ ഉറപ്പിച്ചു. പ്ലാന്തോട്ടത്തിൽ എന്ന സ്വർണ്ണ ലിപികളിൽ എഴുതിയ ബോർഡ് കടന്ന് ശിവയുടെ കാർ മുന്നോട്ട് കുതിച്ചു. ഒരു റിസോർട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ കെട്ടിടത്തിന് മുന്നിൽ കാറ് നിന്നു. കാറിൽ നിന്നിറങ്ങിയ ശിവ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. കാർ പോച്ചിൽ നിറയെ 3-4 കാറുകൾ. ശിവ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചട്ടയും മുണ്ടുമൊക്കെ ധരിച്ച് ഏകദേശം 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. സ്വർണ്ണ നിറമുള്ള ഫ്രെയിം ധരിച്ചുള്ള കണ്ണട വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെയിൻ ഒരു അലങ്കാരമായി മുന്നിലെടുത്ത് ഇട്ടിട്ടുണ്ട്. 2 കൈകളിലായി വലിയ 2 വളയും കഴുത്തിൽ കൊന്തമാലയ്ക്കൊപ്പം തന്നെ കട്ടി കൂടിയ ഒരു വലിയ ചെയിനും. പുറത്തേക്ക് ഇറങ്ങി വന്നവർ അതിഥിയെ സൂക്ഷ്മമായി ഒന്ന് നോക്കി. ആരാ? ഞാൻ ജെയിംസിൻ്റെ ഫ്രണ്ടാണ് ശ്രീശിവ. ജെയിംസ് ഇല്ലേ? മോങ്കുട്ടൻ്റെ ഫ്രണ്ടാണോ? ആദ്യമേ പറയണ്ടേ? മോനകത്തേക്ക് വാ. അല്ലമ്മച്ചി, ജെയിംസ് ഇവിടെ ഇല്ലേ? അവ ഇപ്പോൾ മുറിയിലേക്ക് കയറി പോയതേ ഉള്ളൂ. മോനിരിക്കെ, ഞാനിപ്പോൾ വിളിക്കാം. അവരതും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി. ഹാളിൽ നിന്നുകൊണ്ട് ശിവ ആ റൂം ഒന്ന് നോക്കി. ജെയിംസ് എന്ന വ്യക്തി എങ്ങനെ ഉള്ള ആളായിരിക്കും എന്നായിരുന്നു അവൻ്റെ ചിന്ത മുഴുവൻ. മേരിയമ്മ അകത്തേക്ക് ചെല്ലുമ്പോൾ ജെയിംസ് എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നതിന് അമ്മച്ചി വയ്യാത്ത കാലം വെച്ചുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറി വന്നത്? എടാ മക്കളെ, നിന്നെ കാണാരോ വന്നിരിക്കുന്നു. നിൻ്റെ ഫ്രണ്ട്സാണെന്നാ പറഞ്ഞത്. കണ്ടിട്ട് നല്ല വർക്കത്തുള്ളൊരു കൊച്ചനാ. ജെയിംസ് അമ്മച്ചിക്ക് പിന്നാലെ ഇറങ്ങി താഴേക്ക് വന്നു. ജെയിംസിനെ കണ്ട ഉടനെ ശ്രീശിവ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു. ഐ ആം ശ്രീശിവ.
ആ പേര് കേട്ടപ്പോൾ തന്നെ ജെയിംസിൻ്റെ മുൻപ് എവിടെയോ കേട്ട് മറന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ ഈ പേര് എവിടെയോ. ജെയിംസ് ആലോചനയോടെ ചൂണ്ടുവിരൽ നെറ്റിയിൽ തലോടി. ഞാൻ സൂര്യഗായത്രിയുടെ ബ്രദറാണ്. സൂര്യഗായത്രി എന്ന പേര് കേട്ടപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ ഭാവം എന്താണെന്ന് ശ്രീശിവ ശ്രദ്ധയോടെ നോക്കി. യെസ് യെസ്, ഐ റിമെമ്പർ. ഗായത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും കുടിക്കാനുള്ള ജ്യൂസുമായി മേരിയമ്മ വന്നിരുന്നു. ജെയിംസ് തന്നെയാണ് ജ്യൂസ് എടുത്ത് ശിവയുടെ കയ്യിൽ വെച്ച് കൊടുത്തത്. ഞങ്ങൾ ലോണിലിരിക്കുക അമ്മച്ചി. ജെയിംസ് ശിവയുമായി പുറത്തെ ലോണിലേക്ക് ചെന്നിരുന്നു. ശിവ ജെയിംസിനെ തന്നെ നോക്കി. സൂര്യ എന്നോട് എല്ലാ വിവരവും പറഞ്ഞു ജെയിംസേ. അതുകൊണ്ടാണ് എനിക്ക് തന്നെ കാണേണ്ടി വന്നത്. തന്നെ കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ശിവ. ഞാൻ അവളെ പറ്റിച്ചിട്ട് പോയതൊന്നുമല്ല. അവൾക്ക് ആക്സിഡൻറ്റ് നടന്നതിൻ്റെ അന്നാണ് ഞാൻ മലേഷ്യയിൽ നിന്നും വന്നത്. എന്നെ കാണാൻ എയർപോർട്ടിലേക്ക് വരികയായിരുന്നു സൂര്യ. അവൾക്ക് വിഷമമുണ്ട്. താൻ ഇത്ര നാളായും അവളെ ഒന്ന് കാണാൻ പോലും വന്നില്ലെന്ന്. അതൊരു ചെറിയ സൗന്ദര്യപ്പിണക്കമാണ് ശിവ. അവളോട് പ്രത്യേകം പറഞ്ഞതാണ് എന്നെ കാണുന്നതിനായി തിരക്ക് പിടിച്ച് നീ വരണ്ടെന്ന്. ഞാൻ നിന്നെ വന്ന് കണ്ടോളാന്ന്. പക്ഷേ എടുത്തുചാട്ടക്കാരിയാണ്. ഞാൻ പറയുന്നത് അവൾ കേട്ടില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവ, വരുണിൻ്റെ കൂടെയുള്ള യാത്ര അപകടമാണെന്ന്. ഇതിനു മുമ്പും രണ്ടുപേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും പക്ഷേ ഇത്രയും സീരിയസ് ആയിരുന്നില്ല. പക്ഷെ അതൊക്കെ ഈ ഒഴിവാക്കാനുള്ള കാരണങ്ങളാണോ ജെയിംസ്? ആര് പറഞ്ഞു ശിവ ഞാൻ അവളെ ഒഴിവാക്കിയെന്ന്? അവൾ ഹോസ്പിറ്റലിലായിരുന്ന സമയം മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെ ഞാൻ അവളോടൊപ്പം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അവൾ അഡ്മിറ്റ് ആയത് മുതൽ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതുകൊണ്ടെല്ലാം എനിക്ക് പരിചയമുള്ള ഡോക്ടേഴ്സായിരുന്നു. അതുകൊണ്ട് ICUവിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കയറി കാണാം. അതിനുള്ള സൗകര്യവും അവർ ചെയ്തു തന്നു. പക്ഷെ അപ്പോഴെല്ലാം അവൾ മയക്കത്തിലായിരുന്നു. ഡിസ്ചാർജായി ഞങ്ങളുടെ വീടെത്തുന്നത് വരെ നിങ്ങളുടെ കാറിന് പുറകെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവൾക്കൊരു ചെറിയൊരു പണിഷ്മെൻ്റാണ് എന്ന് പറഞ്ഞ് എനിക്ക് അവളോട് പിണക്കമൊന്നുമില്ല ശിവ. എന്തായാലും വീട്ടുകാരെ ഞാൻ വന്ന് കാണേണ്ടതാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ കാണാൻ അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണ്. എനിക്കും കാണാൻ ആഗ്രഹമുണ്ട് അവളെ. പക്ഷേ എന്ത് പേര് പറഞ്ഞ് കയറി വരും എന്നുള്ളത് കൊണ്ടാണ് വരാത്തത്. ഇനിയിപ്പോൾ ധൈര്യമായി വരാമല്ലോ, ശ്രീശിവയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. ജെയിംസ് അത് പറഞ്ഞ് ശിവയുടെ തോളിൽ ചേർത്ത് പിടിച്ചു. ജെയിംസ്, ഇവിടെ വന്ന് നിങ്ങളുടെ ഈ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ബന്ധത്തിൽ നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മച്ചി എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം ശിവ. പക്ഷേ അപ്പച്ചൻ്റെ കാര്യമാണ്. പെങ്ങളൊരുത്തി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവളുടെ ഭാവിയെ കൂടി ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്നത്. എന്തായാലും സമയമാകുമ്പോൾ എല്ലാം വീട്ടിൽ പറയാമെന്ന് തന്നെയാണ് എൻ്റെ പ്ലാൻ. സംസാരിച്ച് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ശിവയ്ക്ക് മനസ്സിലായി ജെയിംസ് ഒരു നല്ലവനാണെന്ന്. ശിവയെപ്പറ്റി എനിക്കറിയാം കേട്ടോ. യങ് ബിസിനസ്മാൻ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീശിവ, പത്മതീർത്ഥം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. തന്നെപ്പറ്റി അപ്പച്ചന് വലിയ മതിപ്പാണ്. ആമ്പിള്ളേരായാൽ ഇങ്ങനെ വേണമെന്ന് എപ്പോഴും പറയും. ബിസിനസ് ഫീൽഡിലൊക്കെ ആണെങ്കിൽ പോലും ഞാൻ തൻ്റെ അത്രയൊന്നും ആക്റ്റീവല്ല. തന്നെ കണ്ടു പഠിക്കണം പുതുതലമുറ എന്നാണ് അപ്പച്ചൻ്റെ വാദം. എന്തായാലും താനിവിടെ വന്നതറിയുമ്പോൾ അപ്പച്ചന് സന്തോഷമാകും. വർഗീസിനെ കോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ശിവ അറ്റൻഡ് ചെയ്തത്. പക്ഷേ മറുപുറത്ത് നിന്ന് കേട്ട വാർത്ത അത്രയ്ക്ക് സന്തോഷമുള്ളതല്ലായിരുന്നു. ശിവ, സാന്ദ്ര ജയിലിൽ നിന്നും റിലീസായിട്ടുണ്ട്. വർഗീസ്, അതെങ്ങനെ ഇത്ര പെട്ടെന്ന് അവൾക്ക് സാധിച്ചു? ഭീമമായ ഒരു തുക കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് അവൾ ബെയിലിന് അപേക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് ശിവ സാന്ദ്രയ്ക്ക് ഇവിടെയുള്ള ബന്ധങ്ങൾ. കമ്പനിയിൽ ഇവൾ ഇനി കയറി വല്ല കാരണം അതിനിവൾക്ക് കഴിയില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ പ്ലാനുകൾ എന്തൊക്കെയോ ഉണ്ട്. അവൾ അതിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ചില്ലറ പണമൊന്നുമല്ല അവൾ വാരി എറിഞ്ഞത്. എന്തായാലും ശിവ, നീ ഒന്ന് കരുതിയിരിക്കണം. ബിസിനസ്സിൽ അവൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതവൾക്ക് നന്നായി അറിയാം വർഗീസ്. പക്ഷേ വർണ്ണ, അവളുടെ കളികൾ മുഴുവനും എൻ്റെ വർണ്ണയിലേക്കായിരിക്കും. അതുകൊണ്ട് മാത്രമേ എന്നെ തളർത്താൻ കഴിയൂ എന്ന് അവൾക്ക് നന്നായി അറിയാം. എന്തായാലും ശിവ, നീ നല്ലവണ്ണം സൂക്ഷിക്കണം. ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇതുപോലെ വിളിച്ചറിയിക്കും. എന്നാൽ പിന്നെ വർണ്ണയോടുകൂടി അന്വേഷണം പറഞ്ഞേക്ക്. വർഗീസ്, നീയും സൂക്ഷിക്കണം. ചവിട്ടേറ്റ പാമ്പാണ് അവൾ. തർക്കം കിട്ടിയാൽ തിരിച്ചു കൊത്താതിരിക്കില്ല. ഫോൺ കട്ടാക്കി പോക്കറ്റിലേക്ക് വയ്ക്കുമ്പോൾ ശിവ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സാന്ദ്ര അടഞ്ഞ അധ്യായമല്ലെന്നും സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അവൾ ഇത്രയും പെട്ടെന്ന് റിലീസാകുമെന്ന് കരുതിയില്ല. എൻ്റെ നേരെ വരുന്ന ഏത് ശ്രമത്തെയും കീഴ്പ്പെടുത്താൻ എനിക്കറിയാം. വർണ്ണ, അവളുടെ നേർക്ക് സാന്ദ്രയുടെ ഒരു വിരൽ പോലും അനങ്ങിയാൽ ഈ ശ്രീശിവ ആരാണെന്ന് സാന്ദ്ര ശരിക്കും അറിയും. അണിയറയിൽ തനിക്കെതിരെ 2 പേർ പോരിനുണ്ടെന്നറിയാതെ വർണ്ണയും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്കും റിവ്യൂവും തരണേ.